കുറച്ച് ചെമ്മീൻ അച്ചാറുണ്ടാക്കാം. ചെമ്മീൻ എടുത്ത് വെച്ചതാണ്. 1 കിലോ ചെമ്മീനാണ്. ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം. ആ 1 കിലോ ചെമ്മീൻ ക്ലീനാക്കി ഞാനതിൽ ഒരു 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ചേർത്ത് തിരുമ്മി വെച്ചതാണിത്, മാരിനേറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഒരു 3 കുടം വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു 5 പച്ചമുളക് അരിഞ്ഞെടുത്തത്, കറിവേപ്പില, ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ ഈ ഒരു കഷ്ണം കായം വറുത്ത് പൊടിച്ച് എടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇത് വിനാഗിരിയാണ്. അത് ഞാനിപ്പോൾ ഒരു 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. ആ പുളി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കണം. പിന്നെ കടുക് വേണം, മുളക് പൊടി വേണം, വെളിച്ചെണ്ണ വറുക്കാൻ ആവശ്യമുള്ളത്, കുറച്ച് ഒഴിക്കാനുള്ളതുമായിട്ടുള്ള വെളിച്ചെണ്ണ. ഇത്രയും കാര്യങ്ങൾ വേണം. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തൂക്കി മറിച്ചിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ചെറുതായിട്ട് വരും. ഇതുപോലെ വറുത്തെടുക്കണം. അങ്ങനെ ഇല്ലാതാക്കി വറുത്ത് വേണം ഇരിക്കുകയാണെങ്കിൽ ചെമ്മീൻ മുഴുവനും വറുത്ത് കോരിയെടുത്ത് പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് തീ കുറച്ച് വയ്ക്കണം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അങ്ങനെ മതിയാവും. നന്നായിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇത്തിരി വലുതായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇടുകയാണ്. ഇഞ്ചി ചതക്കാൻ വെച്ചിരിക്കണം. സത്യാഗ്രഹം മതി. ഉള്ളിയൊന്നും മുരിഞ്ഞ് ഇടുന്നിട്ട് അതിലേക്ക് ഇഞ്ചിയിട്ട് പച്ചമുളക് വഴറ്റി കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ പോരെങ്കിൽ നല്ലതാണ് നല്ലത്. വെളിച്ചെണ്ണ പോരെങ്കിൽ അത് കുറച്ച് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 10 മിനിറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം പറയാൻ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നോക്കുക. കാരണം മീനച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ചങ്ങനെ വേണ്ടി വരുമ്പോൾ അവസാനമല്ല ഉണ്ടായിരിക്കും. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് വയ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറി തുടങ്ങി കഴിയുമ്പോൾ മൂത്തൊരു മണം വരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കരിഞ്ഞു പോവാതെ എന്നിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം. കറിവേപ്പില കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുണ്ടാകും ഓണാക്കി ചേർക്കുക. അതൊക്കെ ഓടി ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. വെച്ചിരിക്കുന്ന ഇതിനകത്ത് മിക്സഡ് അത് അടുത്ത ചേർത്ത് കുറച്ചുകൂടി എല്ലാം ചേർത്ത്
വിനാഗിരി ചേർത്ത് വെള്ളം കഴിഞ്ഞ് നോക്കി വേണമെങ്കിൽ ഞാനിപ്പോൾ ഒരു അര കപ്പ് ചേർത്തില്ല, ഒരു 1/3 കപ്പ് 1 ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് ഞാൻ ചേർത്തത്. അതിൽ വേണമെങ്കിൽ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് ഇരിക്കത്തിൽ പുളി വേണ്ടതൊക്കെ ചേർത്ത് കുറേ മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. എണ്ണ കഴിയുമ്പോൾ നിർത്തുക. ചുമയൊക്കെ വരും ഇതുണ്ടാക്കുമ്പോൾ ഞാനിൻ്റെ തവി തവിയാക്കി എണ്ണ കഴിയുന്നതാണ്. ഒന്ന് നിർത്തി വെക്കാം. ഒരു ചെടി പോലും വെള്ളം ചേർക്കരുത്. വേണമെങ്കിൽ വിനാഗിരി തന്നെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യുക. ചാറ് വേണം നമുക്ക്. ഇത് കുറച്ച് നേരം വെക്കുക. തണുത്തതിന് ശേഷം കുപ്പികളിലേക്ക് മാറ്റുക. ഒരാഴ്ചയ്ക്ക് ശേഷം ഒഴിച്ച് കൊടുക്കുക. ഈ 2 ചെറിയ കുപ്പിയിലാക്കാനുണ്ടായിരുന്ന 1 കിലോ പ്രോൺസ് അച്ചാറിട്ടപ്പോൾ 2 കുപ്പിയിലാക്കി വെച്ചു.